ഹായ് ഫ്രണ്ട്സ്, മഴയൊക്കെ അല്ലേ? ഇപ്പോൾ മീനൊക്കെ കിട്ടാൻ വലിയ പ്രയാസമാണല്ലേ? എല്ലാവരും ഉണക്കമീനൊക്കെ കൊണ്ടായിരിക്കും കറിയൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ഇന്നൊരു കുറച്ച് മീൻ കിട്ടി കേട്ടോ. നെയ്മീൻ്റെ കുഞ്ഞുണ്ടല്ലോ, വരിമീൻ എന്നൊക്കെ ഞങ്ങളിവിടെ പറയും. അത് വെച്ചൊരു വെറൈറ്റി കറിയുടെ റെസിപ്പിയാണെന്ന്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതാണ് നമ്മുടെ മീൻ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കാം. അതുകൂടി ഇട്ടതിന് ശേഷം നമുക്ക് 1 ടീസ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ച് ഈ അരപ്പ് ഒന്ന് ആ മീനിലൊന്ന് നല്ലതുപോലെ പുരട്ടി വെക്കാം. മീനെല്ലാം നല്ലതുപോലെ കഴുകി വരഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ പൊരിക്കാൻ വരയുന്ന കണക്ക് വരഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ അരപ്പ് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലതുപോലെ ഇതിനകത്തൊന്ന് പിടിപ്പിച്ചെടുക്കാം. അരപ്പെല്ലാം ഇതിനകത്ത് നല്ല പിടിച്ച് ഇരിക്കണം. അപ്പോൾ ഇത് ഇങ്ങനെ അരപ്പ് പുരട്ടിയിട്ട് ഉടനെ നമ്മൾ കറി വെക്കേണ്ട. ഇതൊന്ന് കുറച്ച് നേരത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കാം. ഒരു 10-15 മിനിറ്റ് ഇരിക്കട്ടെ. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടി വരട്ടെ. ഉലുവ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കണം. അതാണ്ട് ഉലുവ പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്കൊരു 8-10 അല്ലി വെളുത്തുള്ളിയാണ്. അതുപോലെ ഒരു കഷ്ണം ഇഞ്ചിയുണ്ട്. ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് ആ എണ്ണയിൽ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് ചുവന്നുള്ളിയാണ്. ചെറിയ ഉള്ളി കേട്ടോ. ചെറിയ ഉള്ളി ഒരു 10-20 ചെറിയ ഉള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഉള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴന്ന് കിട്ടണം. ഇനി ഇതിലേക്കൊരു 4 പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടി വന്നിട്ട് ഇപ്പം ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഒന്ന് വഴന്ന് വരണം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം വഴന്ന് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി കുറച്ച് പൊടികൾ ചേർക്കണം. ആദ്യം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ ഒരു 4 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ. കാശ്മീരി ചില്ലിയും സാദാ ചില്ലിയും കൂടെ മിക്സ് ചെയ്ത് പൊടിച്ചതാണ്. അതുകൊണ്ട് ഒരു 4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മൂത്ത് കിട്ടണം. അപ്പോൾ സ്റ്റൗ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് മൂപ്പിച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ കരിഞ്ഞു പോകാനിടയുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് അങ്ങോട്ട് തിക്കായിട്ട് വേണ്ട. അതുകൊണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മളിതിനകത്ത് പുളിക്കായിട്ട് ചേർക്കുന്നത് മാങ്ങയാണ് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ഉപ്പ് മീനിൽ പുരട്ടി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നോക്കി വേണം ഉപ്പിട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. അതുകൊണ്ട് ഒരു വലിയ മാങ്ങ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. തിളച്ച് വരട്ടെ. അരപ്പൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. വരിമീനാണ് കേട്ടോ, നെയ്മീൻ്റെ കുഞ്ഞ്. മീനൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. മീനൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ മീനൊക്കെ ഒന്ന് വേവായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിനി ഒരു സാധനം കൂടി ഇതിലേക്ക് ചേർക്കാനുണ്ട് കേട്ടോ. ഞാൻ ഒരു 1/2 കപ്പ് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. തേങ്ങ അരച്ചതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് തിക്കാണെങ്കിൽ ആ തേങ്ങ അരച്ച ആ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി വേണമെങ്കിൽ
ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ അല്പം തിക്കായിട്ടിരിക്കുകയാണ്. കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒന്ന് മൂടി വെച്ചൊന്ന് വറ്റിച്ചെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റിലുള്ളൊരു കറിയാണ് കേട്ടോ. നമ്മൾ കല്യാണ സദ്യക്കൊക്കെ പോകുമ്പോൾ കിട്ടുന്ന കറി ഉണ്ടല്ലോ, അതിൻ്റെ ടേസ്റ്റാണ്. നല്ല അടിപൊളി ടേസ്റ്റിലുള്ളൊരു കറിയാണ്. കണ്ടാൽ തന്നെ അറിയാമല്ലോ അടിപൊളി ടേസ്റ്റായിരിക്കുമെന്ന്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. കറിയൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് ചട്ടിയിലിരുന്ന് കുറച്ചും കൂടെ കുറുകി കിട്ടും കേട്ടോ. അപ്പോൾ മീനൊക്കെ കണ്ടോ, മാങ്ങയും മീനും എല്ലാം നല്ല അരപ്പുമായിട്ട് ഒന്ന് കുറച്ച് നേരം നമ്മൾ മൂടി വെച്ച് കഴിഞ്ഞാൽ അതവിടെ ഇരുന്ന് വറ്റി ഇത് കുറുകി കിട്ടും. അപ്പോൾ നല്ലൊരു കറിയാണ്, ഒരു വെറൈറ്റി കറിയുടെ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം. ഓക്കെ, താങ്ക് യു.